നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഒരു കേന്ദ്ര സർക്കാരിൽ വലിയൊരു മാറ്റങ്ങൾ, ഒരു മാറ്റത്തിന്റെ കാർമേഘമല്ല, മാറ്റത്തിന്റെ നല്ല ശുഭ്രമേഘങ്ങൾ ഇങ്ങനെ ഉരുണ്ടുകൂടി. 7 സംസ്ഥാനങ്ങളിലാണ് 2027 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഒപ്പം ഈ വർഷം ഇത് ആദ്യമായിട്ടാണ് മന്ത്രിമാരുടെ പ്രവർത്തനം, വകുപ്പുകളുടെ പ്രവർത്തനം, ഇതൊക്കെ പ്രധാനമന്ത്രി നേരിട്ട് വിലയിരുത്തുന്നത്. കഴിഞ്ഞ ഈ 3ാം ടൈമിൽ സർക്കാർ രണ്ട് വർഷമാകുന്നു അല്ലെ? 3ാം ടൈം മോദി സർക്കാർ വന്ന ശേഷം ഇതുവരെ ക്യാബിനറ്റ് റീഷഫിളോ അല്ലെങ്കിൽ ഒരു പുതിയ ആരെങ്കിലും ഉൾപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. 2 വർഷം അങ്ങനെ പോവുകയായിരുന്നു. അപ്പൊ ഇനി അങ്ങോട്ട് എന്താണ്? ചില സമവാക്യങ്ങൾ മാറിയിട്ടുണ്ട് കേരളത്തിലടക്കം അല്ലെ? ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ ബംഗാളിലെ വിജയം BJPക്ക് വലിയ ആത്മവിശ്വാസം നൽകിയിരിക്കുകയാണ്. അത് ഒരു ചെറിയ നേട്ടമല്ല. അപ്പൊ സംഘടനാപരമായും മാറ്റം വരും. സംഘടനാപരമായിട്ടല്ലെങ്കിലും മാറ്റം വരും. കാരണം ഈ ദേശീയ അധ്യക്ഷൻ പുതിയ ആള് വരുമ്പോൾ അതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ ഒരു ടീമിനെ സെറ്റ് ചെയ്യും. അപ്പൊ മുമ്പിരുന്ന ആളിന്റെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവരെയും ഇദ്ദേഹം നിലനിർത്തണമെന്നില്ല. ഇദ്ദേഹത്തിന് കുറച്ചുകൂടെ അക്സസിബിൾ ഉള്ള ആൾക്കാരെ കൂടുതലായിട്ട് കൊണ്ടുവരും. കാരണം അവരൊരു ടീമായിട്ട് വർക്ക് ചെയ്യണം. മറ്റേ മുമ്പിരുന്ന ആള് തീർച്ചയായിട്ടും അവർ മറ്റു ചില ചുമതലകളിലേക്ക് പോകും. ഉദാഹരണത്തിന് ജനറൽ സെക്രട്ടറിമാര്, അതുപോലെ വൈസ് പ്രസിഡന്റുമാര്, ഇവരൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. അതെപ്പോഴും അങ്ങനെയാണ്, എല്ലാ പാർട്ടിയിലും അങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഈ പുതിയ BJP പ്രസിഡന്റ് നമ്മുടെ ബീഹാറിലെ അദ്ദേഹം വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം ഈ ബംഗാൾ തെരഞ്ഞെടുപ്പ്, ആസാം തെരഞ്ഞെടുപ്പ്, കേരളം, തമിഴ്നാട്, ഇങ്ങനെ തെരഞ്ഞെടുപ്പുകളെല്ലാം ഇങ്ങനെ മൂർധന്യത്തിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഫെബ്രുവരിയിലോ മറ്റോ ആണ് ചുമതല ഏറ്റവും തോന്നുന്നു. ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആണെന്ന് തോന്നുന്നു. ഞാൻ കൃത്യമായ മാസം ഓർക്കുന്നില്ല. എന്തായാലും സമീപഭാവിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പുകൾ ഇങ്ങനെ ആസന്നമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഷഫ്ലിംഗ് പാർട്ടി ചെയ്യില്ല. പക്ഷെ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നു. കാരണം ഷഫ്ലിങ്ങിനല്ല, ഈ ഇലക്ഷൻസ് എല്ലാം ഓരോ സംസ്ഥാനത്തെയും തെരഞ്ഞെടുപ്പുകൾ കോർഡിനേറ്റ് ചെയ്യാനും അത് നോക്കി കാണാനും ഒക്കെ അതൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ നമ്മള് BJPയെ സംബന്ധിച്ചിടത്തോളം CPM-നെ പോലെയാണ് ഒരു കേഡർ സംവിധാനമുള്ള പാർട്ടി ആയതുകൊണ്ട് അവർക്ക് അതൊക്കെ സാധിക്കും. അവർക്ക് താഴെത്തട്ടിൽ വരെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മള് കേരളത്തിലെ BJPയെ കണ്ടോണ്ടല്ല ഓൾ ഇന്ത്യ ലെവലിലെ BJPയെ വിലയിരുത്തേണ്ടത്. അത് ആനയാടും തമ്മിലുള്ള അകലം. അപ്പൊ ഇദ്ദേഹത്തിന്റെ സ്വാഭാവികമായിട്ടും ഈ ബംഗാളിലെ വിജയം, ആസാമിലെ വിജയം ഒക്കെ BJP, പുതുച്ചേരി 3 സ്ഥലത്ത് BJPക്ക് വലിയ നേട്ടമുണ്ടായി. തമിഴ്നാട്ടിലും കേരളത്തിൽ 3 MLA-മാരെ കിട്ടി. തമിഴ്നാട്ടിലാണ് BJP കുറച്ച് നിറമങ്ങിപ്പോയത്. അത് അവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ BJP അറിഞ്ഞുകൊണ്ടൊന്ന് താഴ്ന്നു കൊടുത്തതാണ്. അവിടുത്തെ ദ്രാവിഡ രാഷ്ട്രീയത്തിന് ഒരു മാറ്റം വരുത്താൻ വേണ്ടി വരുന്ന ഒരാളിനെ കയറി പിന്തുണച്ച് അതൊക്കെ അത് BJPയുടെ രാഷ്ട്രീയ ഒരാള് വന്ന് സിനിമയിലെ ഒരാളൊന്നിങ്ങനെ മതിലടിച്ച് പൊളിക്കുന്നു, പിന്നിൽ വരുന്നതെല്ലാം തിരിച്ചു കയറി പോകും. അപ്പൊ അതുപോലെ ആയിരിക്കാം, നമുക്കറിയില്ല. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഈ മന്ത്രിസഭയിൽ അഴിച്ചുപണി, 2 പാർട്ടിക്കുള്ളിൽ അഴിച്ചുപണി. പാർട്ടിയിൽ ഓർഗനൈസിംഗ് സെക്രട്ടറി BL സന്തോഷ് മാറും എന്നാണ് കേൾക്കുന്നത്. കർണാടകക്കാരനാണ് അദ്ദേഹം. പടിപടിയായിട്ട് ഉയർന്ന്, അതായത് RSS BJPയിലേക്ക് കൊടുത്ത, RSS പ്രചാരകനാണ്. അവര് BJPയിലേക്ക് കൊടുത്ത ഒരു ആളാണ്. എപ്പോഴും ഓർഗനൈസിംഗ് സെക്രട്ടറി അങ്ങനെ ആയിരിക്കും. RSSന്റെ പ്രചാരകന്മാരാണ് ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ട് വരുന്നത്. അങ്ങനെ അദ്ദേഹം പിന്നെ BJPയിലേക്ക് വന്നു. കർണാടകയിൽ ചുമതലയുണ്ടായിരുന്നു. പിന്നെ ദക്ഷിണ ക്ഷേത്രീയ, അതായത് കർണാടക, കേരള, തമിഴ്നാട് 3 സ്റ്റേറ്റുകളുടെ ചുമതലയുള്ള ആളായി, ദക്ഷിണേന്ത്യയുടെ ചുമതലയുള്ള ആളായി. പിന്നീട് അദ്ദേഹം ഓൾ ഇന്ത്യ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ട് വന്നു. എനിക്ക് തോന്നുന്നു 2020 മറ്റോ ആണ് അദ്ദേഹം വന്നതെന്ന് തോന്നുന്നു. വർഷം ഒരു സംശയമുണ്ട്. എന്തായാലും അദ്ദേഹം വന്നു. ഇപ്പൊ അദ്ദേഹത്തിന് 2 ടേം അദ്ദേഹത്തിന് പൂർത്തിയാക്കാനുള്ള അവസരം കിട്ടി. ആ 2 ടേം അദ്ദേഹം പൂർത്തിയാക്കി. പുതിയ പ്രസിഡന്റ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മാറ്റം ഉണ്ടാകും. അദ്ദേഹം മാറും എന്നാണ് കിട്ടുന്ന സൂചന. പിന്നെ പാർട്ടിക്കുള്ളിലെ മറ്റ് അഴിച്ചുപണികളെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ഇത് കിട്ടുന്നില്ല. അത് തീർച്ചയായിട്ടും പാർട്ടി അധ്യക്ഷനും മറ്റുള്ളവരും ചേർന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ടാവും. ഈ BJPയും RSSഉം ഒക്കെ അങ്ങനെയാണ്. അവർ വിവരങ്ങൾ പുറത്തുവിടാൻ വളരെ ജാഗ്രത കാണിക്കും. പറയുന്നുണ്ട് ജോർജ് കുര്യൻ
അതിലേക്ക് ഞാൻ വരാം. അതിലേക്ക് വരാം. അതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് കേന്ദ്ര ക്യാബിനറ്റിൽ അഴിച്ചുപണിയുണ്ട്. അതായത് കേന്ദ്ര ക്യാബിനറ്റിൽ ഇപ്പോൾ BJPക്ക് വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച. അതിന് 2 തവണയും അത് തടയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആ വകുപ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അടക്കം ചുമതല വഹിക്കുന്ന മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മാറും എന്നാണ് കേൾക്കുന്നത്. അദ്ദേഹത്തെ മാറ്റും. അദ്ദേഹത്തിനെ കൊണ്ട് ഈ ഒരു കാര്യം കൃത്യമായിട്ട് നമ്മൾ പ്രതിരോധ വകുപ്പ് എടുത്താൽ അവിടെ ഒരു പരാതിയുമില്ല. ഏറ്റവും വലിയ അഴിമതി നടക്കുന്ന ഒരു വകുപ്പായിട്ടാണ് പണ്ട് നമ്മൾ അതിനെ മനസ്സിലാക്കിയിരുന്നത്. ഇപ്പോൾ രാജ്നാഥ് സിംഗ് BJP വന്നതിന് ശേഷം പ്രതിരോധ മേഖലയിലെ ഇടപാടുകളെല്ലാം വളരെ സുതാര്യമാണ്. ഒരു പ്രതിപക്ഷത്തിന് പോലും ഒരു ആക്ഷേപമില്ല. കോൺഗ്രസ് സാധാരണ മറ്റേ റഫേലൊക്കെ വാങ്ങിച്ചപ്പോ കിടന്ന് ബഹളം ഉണ്ടാക്കിയതാണ് അല്ലെ? ഇപ്പൊ എന്താ ഒന്നും മിണ്ടാത്ത? ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ലല്ലോ. നമ്മള് ഇപ്പുറത്ത് ചിന്തിക്കണം, അഴിമതിയുടെ ആരോപണം ഉന്നയിക്കാൻ ഒരു അവസരം പോലും BJP കൊടുക്കുന്നില്ല. BJP അത്ര വിജിലന്റ് ആണ്, അത്ര ജാഗ്രതയോടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി നമ്മൾ മറ്റ് വകുപ്പുകളൊക്കെ എടുത്താൽ ഇപ്പൊ ധനകാര്യ വകുപ്പ്, ആഭ്യന്തര വകുപ്പ്, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഒന്നും പരാതിക്ക് ഇടയില്ല. പക്ഷേ ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ വകുപ്പിനെ കുറിച്ച് വലിയ പരാതി, വേറെ ഒരു വകുപ്പിനെ കുറിച്ചും പരാതിയില്ല. അവിടെ ഇങ്ങനെ ഒരു പരാതി വന്നപ്പോൾ അതും ഈ ചോദ്യപേപ്പർ ചോർന്ന് 2 തവണ ചോരുക, അത് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. തീർച്ചയായിട്ടും ജെൻസി, ഈ ചെറുപ്പക്കാര് BJPക്ക് എതിരാകാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. അത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും നന്നായിട്ട് അറിയാം. കാരണം യുവരക്തമാണ്. അത് കാട്ടുതീ പോലെ പെട്ടെന്ന് അങ്ങ് പടരുകയും ചെയ്യും. അതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാന്റെ പെർഫോമൻസിൽ നരേന്ദ്രമോദിയും BJPയും സംഘപരിവാറും മൊത്തത്തിൽ അവർക്ക് പരാതികളുണ്ട്, പരിഭവങ്ങളുണ്ട്, അതൃപ്തിയുണ്ട്. തീർച്ചയായിട്ടും ആ സ്റ്റെപ്പ് തെറിക്കും എന്ന് തന്നെയാണ് എന്റെ കണക്ക്. പകരം അവിടേക്ക് വേറെ ആരെങ്കിലും കടന്നു വരും. അപ്പം മന്ത്രിസഭയിൽ പുനഃസംഘടന വരുമ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുണ്ട്, ജോർജ് കുര്യനുണ്ട്. ഈ 2 പേരുടെയും അവസ്ഥ എന്താ? കാരണം പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, അത്ര തൃപ്തരല്ല മോദിയും സംഘവും, അല്ലെങ്കിൽ BJPയുടെ ഒരു കോർ ടീമുണ്ടല്ലോ, അവരത്ര തൃപ്തരല്ല. അതുകൊണ്ട് തന്നെ ഈ 2 പേർക്കും മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 2 പേരെ ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. പകരം സദാനന്ദൻ മാസ്റ്റർ ഇപ്പൊ രാജ്യസഭയിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട് വന്നാണല്ലോ, അദ്ദേഹം മന്ത്രിയാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ തീർച്ചയായിട്ടും അത് CPMന്റെ ഈ ക്രൂരതകളുടെ, പൈശാചികതയുടെ ഒരു നേർചിത്രമാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. രണ്ടാമത് സുരേഷ് ഗോപി ജയിച്ചു വന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തെ ചിലപ്പോൾ ഒഴിവാക്കിയില്ല എന്ന് വരും. അദ്ദേഹത്തിന്റെ വകുപ്പ് മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയും ഒരു ഇത് കഴിക്കുന്നുണ്ട്. എന്തായാലും അത് താമസിയാതെ നമുക്ക് അതിനെ കുറിച്ച് അറിയാം. അത് ഏതാണ്ട് ഇപ്പോ ഈ വൈകിട്ട് ഒരു അല്പസമയത്തിനുള്ളിൽ നമുക്ക് അറിയാൻ കഴിയും. ഇന്ന് തന്നെ ഇതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പുറത്തു വരും എന്നാണ് ഞാൻ കരുതുന്നത്. ഇല്ലെങ്കിൽ വൈകാതെ പുറത്തു വരും. അപ്പൊ അങ്ങനെ ഒരു മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ കേരളത്തിലെ BJPയിലും ചില അഴിച്ചുപണികൾ വരാൻ സാധ്യതയുണ്ട് എന്നാണ്. കാരണം ഇപ്പോഴത്തെ ദേശീയ അധ്യക്ഷൻ കേരളത്തിലെ പെർഫോമൻസിൽ ഒട്ടും തന്നെ തൃപ്തനല്ല. 3 സീറ്റ് ജയിച്ചു എന്നുള്ളതല്ല വിഷയം. വോട്ട് ഷെയർ 14% ഒതുങ്ങി NDAക്ക്. 35 സീറ്റ് ജയിക്കും, 25% വോട്ട് പിടിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അവിടെ അതിൽ നിന്ന് 10% കുറവായിരുന്നു NDAക്ക്. അപ്പോ അതൊക്കെ തീർച്ചയായിട്ടും ഈ അമിത്ഷായെയും അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തെയും ഒക്കെ BJP കേരള ഘടകം തെറ്റിദ്ധരിപ്പിച്ചോ എന്നൊരു ചോദ്യമുണ്ട്. പ്രധാനമന്ത്രി വന്നപ്പോഴും പ്രധാനമന്ത്രി പാലയിൽ ഷോൺ ജോർജിന്റെ മണ്ഡലത്തിൽ പ്രധാനമന്ത്രി തിരുവല്ലയിൽ നിന്ന് നേരിട്ട് അവിടെ ചെന്ന് പ്രചരണത്തിന് ഇറങ്ങും, റോഡ് ഷോ നടത്തുമെന്ന് വ്യക്തമായൊരു തീരുമാനം ഉണ്ടായിരുന്നു അവിടെ. പിന്നീടാണ് അവർ അറിഞ്ഞത്, പിന്നീടാണ് പ്രധാനമന്ത്രി ഓഫീസ് അറിഞ്ഞത് പാല A ക്ലാസ് അല്ലായിരുന്നു, തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും പാല A ക്ലാസ് മണ്ഡലമാണെന്ന് കാണിച്ചിട്ടാണ് പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് ക്ഷണിച്ചത്. അതാണ് അദ്ദേഹം തിരുവല്ലയിൽ. അല്ല, അതിനകത്തൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ചില മണ്ഡലങ്ങളെ A ക്ലാസ് ആണെന്ന് പറഞ്ഞ് പിടിപ്പിച്ചിരുന്നു, പിന്നീട് അത് A ക്ലാസ് അല്ലാതാക്കി. അങ്ങനെ ചില അത് ഈ A ക്ലാസ് മണ്ഡലങ്ങളിൽ വിതരണം ചെയ്യേണ്ട ഫണ്ട്, അതെ, അത് ആ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചില സൂത്രങ്ങളൊക്കെ ആയിരുന്നു എന്നുള്ള ആക്ഷേപം വളരെ ശക്തമാണ്. BJPക്കുള്ളിൽ നിന്ന് തന്നെ അങ്ങനെ ചില പരാതികളൊക്കെ വന്നിട്ടുണ്ട്. ഇരിക്കട്ടെ,
ഈ പറഞ്ഞതുപോലെ കേരളത്തിലും ഈ ഇത്തരം ഒരു അഴിച്ചുപണി പ്രതീക്ഷിക്കാം. കേരളത്തിൽ നിലവിൽ BJPക്ക് RSS കൊടുത്ത ഓർഗനൈസിംഗ് സെക്രട്ടറി ഇല്ല. BJPയുടെ ഒരു ജനറൽ സെക്രട്ടറി ഈ ഓർഗനൈസിംഗ് സെക്രട്ടറിയുടെ ചുമതല കൂടെ വഹിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന് എന്താ പറയാ, ഈ പറഞ്ഞതുപോലെ RSS പ്രചാരകൻ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ട് വന്നിരിക്കുന്ന ഒരു സംവിധാനമല്ല കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. അതിന് മാറ്റം വരും. കേരളത്തിൽ പുതിയൊരു ഓർഗനൈസിംഗ് സെക്രട്ടറി വരും. RSS പ്രചാരകനായിരിക്കുന്ന ഒരാൾ തന്നെ ഇപ്പോൾ ഏതാണ്ട് സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ, നമ്മൾ പേര് പറയുന്നത് ശരിയല്ല, എനിക്ക് അദ്ദേഹത്തിന് അറിയാം ആരാണ് വരാൻ സാധ്യത എന്ന് അറിയാം. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ അതൊരു മര്യാദയാണ്. ഇപ്പൊ നമ്മളൊരു സംസ്ഥാന പ്രസിഡന്റിന്റെ പേര് പറയുന്നത് പോലെയോ അല്ലെങ്കിൽ ദേശീയ അധ്യക്ഷന്റെ പേര് പറയുന്നത് പോലെയല്ല. ഈ കേന്ദ്രത്തിൽ ഓർഗനൈസിംഗ് സെക്രട്ടറി മാറുകയാണ്, പകരം ഒരാൾ വരികയാണ്. ആളിന്റെ പേര് നമുക്കറിയാം, പക്ഷെ ഞാനതിപ്പോ പറയുന്നില്ല. ഒരു സൂചന തരാം, അദ്ദേഹം ബംഗാളിലെ വിജയത്തിന്റെ ശില്പിയാണ്. അതായത് ഈ ബംഗാളിലെ മാത്രമല്ല, അദ്ദേഹം ഈ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളെല്ലാം നോക്കിക്കൊണ്ടിരുന്ന ആളാണ്. RSSന്റെ ഭാഗത്തുനിന്ന് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ നോക്കാൻ വേണ്ടി നിയോഗിച്ച പ്രചാരകനാണ്. അദ്ദേഹത്തിന് ആസാമിലും ത്രിപുരയിലും ഒക്കെ അദ്ദേഹത്തിന്റെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ എല്ലാം BJPക്ക് വലിയ നേട്ടം ഉണ്ടായിട്ടുണ്ട്. അത് ബംഗാളിലും ആവർത്തിച്ചിരിക്കുന്നു. അങ്ങനെ ബംഗാളിലെ വിജയത്തിന്റെ ശില്പിയായ, ബംഗാളിലെ വിജയത്തിന് നിരവധി RSS പ്രചാരകർ പ്രയത്നിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഇവിടേക്ക് വരുന്നത്, ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ട് വരുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സേവനം ഇനിയിപ്പോൾ ഓൾ ഇന്ത്യ തലത്തിൽ ലഭിക്കും എന്ന് തന്നെ കരുതാം. അതുപോലെ കേരളത്തിൽ ഓർഗനൈസിംഗ് സെക്രട്ടറി RSSന്റെ പ്രചാരകൻ വരാനുള്ള സാധ്യതയാണുള്ളത്. ഇനി അവസാന നിമിഷം മാറുമോ എന്ന് നമുക്കറിയില്ല. ഈ പറഞ്ഞതുപോലെ നമുക്ക് RSSനെ ഒന്നും നമുക്ക് അങ്ങനെ അങ്ങ് എന്താ പറയുക, ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് CPMന്റെ കാര്യത്തിലോ പിന്നെ കോൺഗ്രസിന്റെ കാര്യത്തിലോ ഒക്കെ പറയുന്നത് പോലെ നമുക്ക് അടിവരയിട്ട് അങ്ങ് പറയാൻ കഴിയില്ല. RSSന്റെ തീരുമാനങ്ങളല്ല എപ്പോഴും അങ്ങനെയാണ്. അതെ, രാഷ്ട്രീയ സംഘടനയല്ല, അതുകൊണ്ട് സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പൊ അവര് സ്വാഭാവികമായിട്ടും അവരുടെ അത്തരം കാര്യങ്ങളൊക്കെ എപ്പോ വേണമെങ്കിലും മാറാം. ഒന്നാമത് 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. അവരുടെ തന്നെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് അവർ വലിയ ആഘോഷമൊന്നും നടത്തുന്നില്ല. പകരം നേരിട്ട് ജനങ്ങളുമായി സമ്പർക്കം ചെയ്ത് ദേശീയതയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും രാജ്യത്തിന്റെ സുരക്ഷയെക്കുറിച്ചും രാഷ്ട്രമെന്ന മഹത്തായ സങ്കല്പത്തെക്കുറിച്ചും ഒക്കെ ജനങ്ങളെ പഠിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള വർക്ക് ചെയ്യാൻ തന്നെ അവർക്ക് ആള് തികയുന്നില്ല. വലിയ, കാരണം രാജ്യം മുഴുവനും 140 കോടി മനുഷ്യരെയും സമ്പർക്കം ചെയ്യണ്ടേ. അപ്പൊ അതിന്റെയൊക്കെ വലിയ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയിപ്പോ ചിലപ്പോ ഈ അത് പൂർത്തിയാക്കുന്നത് വരെ ഓർഗനൈസിംഗ് സെക്രട്ടറി വേണ്ട എന്നും അവർ തീരുമാനിച്ചേക്കാം. എന്തായാലും ശരി, നമ്മൾ അറിഞ്ഞിടത്തോളം ലഭ്യമായ വിവരങ്ങൾ വെച്ച് ഇപ്പോൾ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന, സംസ്ഥാന തലത്തിൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ദക്ഷിണ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ പിന്നെ BJPയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതൊരു സൂചനയാണ്. പക്ഷേ ഇപ്പൊ സ്വാഭാവികമായിട്ട് സുരേഷ് ഗോപിക്ക് ഒരു സ്ഥാനമാറ്റം ഉണ്ടാവുകയും ജോർജ് കുര്യനെ ഒഴിവാക്കുകയും ചെയ്താലും കേരളത്തിന് അർഹമായ ഒരു പ്രാതിനിധ്യം ലഭിക്കുമോ എന്ന് നമുക്ക് ഇപ്പൊ പറയാൻ കഴിയില്ല. എന്തായാലും ഇവിടുന്ന് ഒരാൾ ജയിച്ച സ്ഥിതിക്ക് സമ്പൂർണമായ ഒരു ഒഴിവാക്കൽ ഉണ്ടാകില്ല എന്ന് കരുതാം. മറിച്ച് കേരളത്തിൽ അങ്ങനെ ഒരു വലിയ, ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തിൽ നിന്ന് ഒരു രാജ്യസഭാ MP ജയിപ്പിക്കാൻ തക്കവണ്ണമുള്ള MLA ഇവിടുന്ന് ജയിച്ചിരുന്നെങ്കിൽ സ്ഥിതി അങ്ങനെ അല്ലായിരുന്നില്ല. തീർച്ചയായിട്ടും കേരളത്തെ അവർ പരിഗണിച്ചേനെ. ഇപ്പൊ നോക്കൂ, ഞാൻ മനസ്സിലാക്കുന്നത് അണ്ണാമലയെ ആന്ധ്രയിൽ നിന്ന് രാജ്യസഭയിലേക്ക് ജയിപ്പിച്ചു കൊണ്ടുപോയി കേന്ദ്രത്തിൽ മന്ത്രിയാക്കാനാണ് തീരുമാനം. അതുപോലെ തേജസ്വി സൂര്യ കർണാടകയിൽ നിന്ന് ജയിച്ചു വന്നിരിക്കുന്ന ആളാണ്, അദ്ദേഹത്തെ മന്ത്രിയാക്കാനാണ് തീരുമാനം എന്ന് കേൾക്കുന്നു. അതുപോലെ തന്നെ തേജസ്വി സൂര്യ, അണ്ണാമലെ, അനുരാഗ് ഠാക്കൂർ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇത്തവണ അദ്ദേഹത്തിനെ വീണ്ടും മന്ത്രിയാക്കാൻ, അതായത് ചെറുപ്പക്കാരുടെ ഒരു നിര വരികയാണ്. അതുപോലെ തന്നെ 3 ഗവർണർമാർ കാലാവധി കഴിയുകയാണ്. ഒരു ഗവർണർക്ക് പിന്നെ വേക്കന്റ് ആണ് തമിഴ്നാട്. അപ്പൊ 3 ഗവർണർമാരുടെ കാലാവധി ഇപ്പൊ തീരുമെന്ന് കഴിയും. അപ്പൊ ഇവിടെയൊക്കെ പുതിയ ഗവർണർമാരെ വെക്കണം, അങ്ങനെയൊക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ മുതിർന്ന ആൾക്കാർ മന്ത്രിസഭയിൽ നിന്ന് പുറത്തു വരുന്നവർ, അവരെ അങ്ങോട്ടേക്ക് നിയോഗിക്കാം. രാജ്യസഭയിൽ നിന്നൊക്കെ കാലാവധി പൂർത്തിയാക്കി പുറത്തു വരുന്നവരുണ്ടാകുന്നുണ്ട്. അവരെയൊക്കെ ഒരു പക്ഷെ ഗവർണറായിട്ട് നിയോഗിക്കാം. ഈ പറഞ്ഞതുപോലെ
ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്ന ആളിനെ എവിടെയെങ്കിലും ഒരു ഗവർണറായിട്ട് നിയോഗിക്കാം, അദ്ദേഹത്തിന് ഇത്രയും സേവനം ചെയ്ത ആളല്ലേ, ഒരു നല്ല പോസ്റ്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഗവർണറായിട്ട് നിയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. BJP എപ്പോഴും വിസ്മയിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ്. തീർച്ചയായിട്ടും അവരതുകൊണ്ട് തന്നെ എന്തായാലും പാർട്ടിക്കും ജനങ്ങൾക്കും ഒരുപോലെ നന്മ വരുത്തുന്ന കാര്യങ്ങളായിരിക്കും അവർ ചെയ്യുക എന്ന് നമുക്കും കരുതാം. എല്ലാ പാർട്ടികളും അങ്ങനെയാണല്ലോ. തീർച്ചയായിട്ടും അവരുടെ പാർട്ടിക്കും ഒപ്പം ജനങ്ങൾക്കും നല്ലത് വരണം എന്ന് ചിന്തിച്ചുകൊണ്ട് പോകുന്നവരാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ വീഴ്ചകളൊക്കെ സംഭവിക്കും ആൾക്കാർക്ക്, അത് സ്വാഭാവികമാണ്. അങ്ങനെ വീഴുമ്പോഴാണ് ജനം പാഠം പഠിപ്പിച്ച് വീട്ടിലിരുത്തുന്നത്. സ്വാഭാവികമായിട്ട് ഇവിടെയും അതൊക്കെ തന്നെയാണ്. എന്തായാലും നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം. വൈകാതെ ഈ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാകും. BJPയിൽ വലിയ അഴിച്ചുപണി വരാൻ പോകുന്നു എന്ന ഒരു വാർത്തയാണ് നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്. നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. അതെ.